നമ്മളൊക്കെ തളർന്നു പോവുകയാണ്. നമ്മുടെ മനസ്സിന് ബലം ആവശ്യമാണ്. ഹല്ലേലൂയ. ഞാൻ കേട്ട ഒരു സാക്ഷ്യം പങ്കുവയ്ക്കുന്നു. കാനഡയിൽ ജോലിയുള്ള ഒരു മകൻ, വ്യക്തിപരമായിട്ട് എനിക്ക് ആളിനെ അറിയില്ല, പക്ഷെ നല്ല പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നല്ലൊരു പൊസിഷനുണ്ട്, നല്ല ജോലി, നല്ല സാലറി, നന്നായിട്ട് നിരന്തരമായിട്ട് പ്രാർത്ഥിക്കുന്ന, പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക് പോകുന്ന, അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്നൊരു വ്യക്തിയാണ്. നല്ലൊരു കുടുംബമാണ്. പക്ഷെ അദ്ദേഹത്തിന് ഒരു തവണ ശനി ഞായർ അങ്ങനെ 2-3 ദിവസം, വെള്ളി ശനി ഞായർ 2-3 ദിവസങ്ങളിൽ അവധി വേണം. ആ ദിവസങ്ങളിൽ ദൈവവചനം കേൾക്കുവാനും ശുശ്രൂഷയിൽ പങ്കെടുക്കാനായിട്ട് അവധി വേണം. അങ്ങനെ ഈ വ്യക്തി അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ചെന്നപ്പോൾ ഇക്കാര്യങ്ങൾ പറഞ്ഞു, എനിക്കൊരു 3 ദിവസത്തെ അവധി വേണം. ഇതിൻ്റെ അധികാരി പറഞ്ഞു, മാനേജർ പറഞ്ഞു, അവധി തരാനായിട്ട് പറ്റില്ല. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ജോലി രാജിവെച്ച് പോകാം, അല്ലെങ്കിൽ ഞങ്ങൾ ടെർമിനേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. 3 ദിവസത്തെ അവധി തരത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഇദ്ദേഹത്തിന് നല്ല ഉറച്ച വിശ്വാസമുണ്ട്. അദ്ദേഹം അപ്പോൾ തന്നെ ജോലി രാജിക്കത്ത് എഴുതി കൊടുത്തു. നമുക്കറിയാം, കാനഡയിലൊക്കെ ജോലിക്കൊക്കെ വലിയ പ്രയാസമുള്ള സമയമാണ്. പ്രാർത്ഥനയിൽ പങ്കെടുക്കണം, വചനം കേൾക്കണം, അവധി കൊടുക്കത്തില്ല. ലീവ് ലെറ്റർ അങ്ങോട്ട് കൊടുത്തു, റിസൈൻ ലെറ്റർ എഴുതി അങ്ങോട്ട് കൊടുക്കുകയാണ്. റിസൈൻ ചെയ്യാനുള്ള ലെറ്റർ എഴുതി കൊടുത്തിട്ട് പറഞ്ഞു, എനിക്കിനി ഇവിടെ ജോലി വേണ്ടെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയി. ദൈവം അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. 3 ദിവസം അദ്ദേഹം ശുശ്രൂഷകളിൽ തുടർച്ചയായിട്ട് പങ്കെടുത്തു, ദൈവസന്ധി പ്രാർത്ഥിച്ചു. അന്നേരം ഇങ്ങനെ ഒരു ജോലിയുടെ ഒരു ഓഫർ ഇങ്ങനെ വന്നപ്പോൾ ഓഫർ കൊടുത്തു, ഇൻ്റർവ്യൂവിന് വിളിച്ചു. അവിടെ ചെന്ന് ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ആ കമ്പനിയുടെ ഉടമ നല്ല പ്രാർത്ഥനയുടെ ഒരു മനുഷ്യനാണ്. നല്ലൊരു പ്രാർത്ഥനയുടെ മനുഷ്യൻ, കത്തോലിക്കനല്ല, മറ്റൊരു സഭാ വിഭാഗത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ്. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഞായറാഴ്ച ദിവസങ്ങളിൽ ഒരു കാരണവശാലും ജോലി ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഇൻ്റർവ്യൂവിൽ പറയുകയാണ്, ഒരു കാരണവശാലും ഞായറാഴ്ച ഞാൻ ജോലിക്ക് വരത്തില്ല, അന്ന് എനിക്ക് ദൈവത്തെ ആരാധിക്കേണ്ട ദിവസമാണ്, അന്ന് വരത്തില്ലെന്ന് പറഞ്ഞു. ആ കമ്പനി ഉടമ, അദ്ദേഹം മറ്റൊരു സഭക്കാരനാണ്, പക്ഷേ അദ്ദേഹം വലിയ വിശ്വാസിയാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഉള്ളൊരാളെയാണ് കാത്തിരുന്നത് എൻ്റെ ഈ പോസ്റ്റിലേക്ക്. ആ കമ്പനിയിൽ നേരത്തെ കിട്ടിയ സാലറിയുടെ 3 ഇരട്ടി സാലറിയിൽ ആ കമ്പനിയിൽ അദ്ദേഹത്തിന് ജോലി കിട്ടുകയാണ്. അപ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വിശ്വാസം, ദൈവത്തിലുള്ള വിശ്വാസം, ദൈവം വഴി നടത്തും. അതായത് ദൈവത്തെ ആരാധിക്കുവാനും ദൈവത്തിൻ്റെ വചനം കേൾക്കുവാനും ദൈവത്തോട് ചേർന്ന് നിൽക്കുവാനും ആര് ആഗ്രഹിക്കുന്നുണ്ടോ അവരെ ദൈവം ഉപേക്ഷിക്കത്തില്ല. അത്ഭുതകരമായിട്ട് വഴികൾ തുറക്കും. ആര് വഴി അടച്ചാലും വഴികൾ തുറക്കുന്നവനാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. അവൾ തളർന്ന മനസ്സോടെ നിങ്ങൾ ഇവിടെ ഇരിക്കരുത്. നിങ്ങളുടെ മനസ്സിന് ദൈവത്തിൻ്റെ ആത്മാവ് ബലം നൽകും. ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ ശക്തിപ്പെടുത്തും. നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രതികൂലങ്ങളിലും ദൈവത്തിൻ്റെ ഇടപെടലുകൾ ഉണ്ടാവും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഇന്നലെ നടന്ന ഒരു സംഭവമാണ്, ഒരു വ്യക്തി പങ്കുവെച്ചതാണ്, എന്നോട് പങ്കുവെച്ചൊരു അനുഭവമാണ്. ഒരു ഫാമിലി ഒത്തിരിയേറെ സാമ്പത്തിക പ്രതിസന്ധികളിലൂടെ കടന്നു പോവുകയാണ്. ലോൺ ബാധ്യതകൾ, വ്യക്തിപരമായിട്ട് വാങ്ങിയ കടബാധ്യതകൾ, വലിയ പ്രതികൂലങ്ങളിലൂടെ കടന്നുപോയ ഒരു നിവൃത്തിയില്ല. അതായത് ഏതാനും മാസങ്ങളായിട്ട് ബാങ്കിലെ ലോൺ കുടിശ്ശിക അടയ്ക്കാനായിട്ടൊരു വഴിയില്ല. കുറച്ച് സ്ഥലം വിൽക്കാനുണ്ട്. ആ സ്ഥലം ഒന്ന് വിറ്റ് കിട്ടിയാൽ 10-30 സെൻറ്റ് സ്ഥലമുണ്ട്, അതൊന്ന് വിറ്റ് കിട്ടിയാൽ അത്യാവശ്യം കടമൊന്ന് കൊടുക്കാം, ബാങ്കിലെ ലോൺ കുടിശ്ശിക അടയ്ക്കാൻ പിടിച്ചു നിൽക്കാം. ഒരു മാർഗവുമില്ല. ആ കുടുംബം ഹൃദയവേദനയോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. പ്രാർത്ഥിക്കുന്ന കുടുംബമാണ്. അപ്പോൾ ദൈവത്തിന് എല്ലാം വിട്ടുകൊടുത്ത്, ആ സഹനങ്ങളെല്ലാം കർത്താവിന് വിട്ടുകൊടുത്തുകൊണ്ട് ആ കുടുംബം തീഷ്ണമായിട്ട് പ്രാർത്ഥിക്കുക. ഇന്നലെ ആ വ്യക്തി എന്നോട് ഷെയർ ചെയ്യാണ്, അത്ഭുതം നടക്കുകയാണ്. അത്ഭുതകരമായിട്ട് ദൈവിക ഇടപെടൽ. ഒരു വ്യക്തി ആ വസ്തു വന്ന് കാണുകയും ഇഷ്ടപ്പെടുകയും അതിൻ്റെ കച്ചവടം നടക്കുകയും ചെയ്തു. ഇന്നലെ നടന്ന സംഭവം, ഇന്നലെ നടന്ന. ഹല്ലേലൂയ. നമ്മൾ തിരിച്ചറിയുക, കർത്താവ് തക്ക സമയത്ത് നമ്മുടെ ജീവിതത്തിൽ ഇടപെടും. തകർന്നു പോകുവാൻ അവൻ സമ്മതിക്കത്തില്ല. പക്ഷെ ഒരുപക്ഷെ അവസാന നിമിഷമായിരിക്കാം ദൈവത്തിൻ്റെ ഇടപെടലുണ്ടാകുന്നത്. അതിന് കാരണമുണ്ട്.
നമ്മുടെ വിശ്വാസത്തെ അവൻ പരീക്ഷിക്കുക. അബ്രാഹത്തിന് വിശ്വാസത്തെ ദൈവം പരീക്ഷിച്ചു. അത് നമ്മുടെ വിശ്വാസത്തെ പരീക്ഷിക്കുന്ന ജീവിത അനുഭവങ്ങളിലൂടെ കർത്താവ് നമ്മളെ കടത്തിവിടും. നമ്മൾ ചിന്തിക്കുന്ന പോലെയല്ല, തക്ക സമയത്ത് ഒരുപക്ഷെ അവസാന പോയിന്റിലായിരിക്കാം ദൈവം നമുക്ക് വേണ്ടി ഇടപെട്ടുകൊണ്ട് നമ്മുടെ കാര്യങ്ങളിൽ കർത്താവിൻ്റെ കരുതൽ അവൻ കാണിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്ല, ഇതുപോലെ എത്ര മനോഹരമായിട്ട് ദൈവം ഓരോരുത്തരുടെ ജീവിതത്തിൽ ഇടപെടുന്നത്. എല്ലാ മാർഗങ്ങളും അടഞ്ഞുപോയി, ഇനി മുൻപോട്ട് പോകാൻ ഒരു വഴികളുമില്ല എന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ ദൈവം തൻ്റെ പ്രിയപ്പെട്ടവരിലൂടെ അത്ഭുത വഴികളെ നമുക്ക് വേണ്ടി തുറന്നു തരികയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് മനസ്സു തളർന്ന് വിശ്വാസം നഷ്ടപ്പെട്ട് നിങ്ങൾ ഇവിടെ ഇരിക്കരുത്. മനസ്സു ശക്തിപ്പെടണം. വിശ്വാസത്തിൻ്റെ കണ്ണുകളിലൂടെ നിങ്ങൾ ദൈവത്തിൻ്റെ പ്രവൃത്തികളെ നിങ്ങൾ കാണണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തളർന്നവന് അവിടുന്ന് ബലം നൽകുന്നു, ദുർബലന് ശക്തി പകരുന്നു. ദുർബലൻ, പലവിധമായ ബലഹീനതകൾ ഉള്ളവരാ നമ്മൾ. ചിലപ്പം പാപത്തിൻ്റെ ചില മേഖലകളായിരിക്കാം ബലഹീനതകൾ. അത് നമ്മുടെ നാവിനെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. പല മേഖലകളിൽ നമുക്ക് ബലഹീനത ഉണ്ടായിരിക്കാം. നിന്റെ ബലഹീനത എന്താണെങ്കിലും നിന്റെ ബലഹീനതയിൽ കർത്താവ് കൃപ നിറച്ച് നിന്നെ ശക്തിപ്പെടുത്തും. നിനക്ക് എൻ്റെ കൃപ മതി, നിന്റെ ബലഹീനതയിലാണ് എൻ്റെ ശക്തി വെളിപ്പെടുന്നതെന്ന് ദൈവം പൗലോസിനോട് പറഞ്ഞു. നിന്റെ ബലഹീനതയിലാണ് എൻ്റെ ശക്തി വെളിപ്പെടുന്നത്. ദൈവം കൃപ നിറച്ചുകൊണ്ട് ആത്മാവിനെ അയച്ചുകൊണ്ട് നമ്മളെ ശക്തിപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം. യുവാക്കന്മാർ പോലും തളർന്നു പോകാം, ക്ഷീണിച്ചേക്കാം. ചെറുപ്പക്കാർ ശക്തി അറ്റ് വീഴാം. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. ഒന്ന് കരമെടുത്ത് പിടിച്ച്, രണ്ട് കരങ്ങളും ഉച്ചത്തിൽ പറഞ്ഞേ, ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. വീണ്ടും ശക്തി പ്രാപിക്കും. 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 അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല. നടന്നാൽ തളരുകയുമില്ല. കഴുകനെ പോലെ നീ ഉയർന്നു പറക്കും. നിന്റെ ബലഹീനതകളിൽ കർത്താവ് കൃപ നിറയ്ക്കും. നിന്റെ സങ്കടങ്ങളിൽ അവൻ നിനക്ക് ബലം നൽകും. മനസ്സു തളർന്ന് വിശ്വാസം നഷ്ടപ്പെട്ടവരെ പോലെ ഒരിക്കലും നമ്മൾ ആകുവാനായിട്ട് പാടില്ല. വിശ്വാസത്തിൽ നമ്മൾ കരുത്ത് പ്രാപിക്കണം. വിശ്വാസം കൊണ്ട് നമ്മുടെ ഹൃദയം നിറയണം. റോമ 5:5 പറയുന്നുണ്ട്, പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. വലിയ പ്രത്യാശയോടെ നമ്മൾ ജീവിതത്തെ കാണണം. എത്രമാത്രം ഇരുട്ടു നിറഞ്ഞ അവസ്ഥയാണെങ്കിലും, എത്രമാത്രം തകർന്ന ജീവിതാവസ്ഥയാണെങ്കിലും അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു വിടുതൽ നൽകുവാനായിട്ട് കർത്താവായ യേശുവിന് കഴിയും. അവൻ ദൈവമാണ്, അവൻ സർവശക്തനാണ്. അവൻ നിനക്ക് ബലം നൽകും, നിനക്ക് ശക്തി പകരും. എല്ലാ വഴികളും നിങ്ങൾക്ക് മുമ്പിൽ കർത്താവ് തുറന്നു തരും. ഹല്ലേലൂയ. നമുക്ക് പരതുഗ്രഹം എന്നിട്ട് പിടിക്കാം, പ്രാർത്ഥിക്കാം. ഞാൻ പറയുന്നത് പോലെ എല്ലാവരും പ്രാർത്ഥിച്ചേ, എല്ലാവരും പ്രാർത്ഥിക്കണം. കർത്താവായ യേശുവേ, എൻ്റെ ഭവനത്തെയും ഓരോ മുറികളെയും ഭവനത്തിന്റെ പരിസരങ്ങളെയും എനിക്കുള്ള പറമ്പിനെയും സമർപ്പിക്കുന്നു. അങ്ങയുടെ തിരുരക്തം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. ഞങ്ങളുടെ വീടുകളിലുള്ള വാഹനങ്ങള്, മറ്റു വസ്തുക്കളെ സമർപ്പിക്കുന്നു. തിരുരക്തം കൊണ്ട് മുദ്രയിടുന്നു.
മുദ്രയിടുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. പൈശാചിക ശക്തികളെ, പൈശാചിക ശക്തികളെ, ദുരാത്മാക്കളെ, ദുഷ്ടാരൂപികളെ, സാത്താന്യ ശക്തികളെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശിന്റെ ചുവട്ടിലേക്ക് ആട്ടിപ്പായിക്കുന്നു. നിർവീര്യമാകട്ടെ. ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് പാമ്പുകൾ കടന്നു വരാതിരിക്കട്ടെ. ഞങ്ങളുടെ പറമ്പിലേക്ക് പാമ്പുകൾ കടന്നു വരാതിരിക്കട്ടെ. പൈശാചിക അരൂപികൾ നിർവീര്യമാവട്ടെ. മന്ത്രവാദത്തിന്റെ, ആഭിചാരത്തിന്റെ, ക്ഷുദ്രകർമ്മത്തിന്റെ സകല പൈശാചിക ശക്തികളെയും യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ബന്ധിക്കുന്നു. യേശുവിന്റെ രക്തത്താൽ നിർവീര്യമാക്കുന്നു. യേശു നാമത്തിൽ പൈശാചിക ശക്തികൾ മുട്ടുമടക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ സാത്താന്യ ശക്തികൾ മുട്ടുമടക്കട്ടെ. ആകാശത്തിലും ഭൂമിയിലും പാതാളത്തിലും എല്ലാ മുഴങ്കാലും അടങ്ങുന്ന യേശുവിന്റെ നാമത്തിൽ സാത്താന്യ ശക്തികൾ മുട്ടുമടക്കട്ടെ. തിന്മയുടെ ബന്ധനങ്ങൾ എന്നെയും എന്റെ കുടുംബത്തെയും ഈ ചിറ്റടി ദേശത്തെയും വിട്ടുമാറട്ടെ. രണ്ട് കരങ്ങൾ ഉയർത്തി സ്തുതിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ആരാധന, 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 ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കട്ടെ. വാ തുറന്ന് സ്തുതിച്ചേ. കരങ്ങൾ തുറക്കട്ടെ. യേശുവേ വാ തുറന്ന് വിളിച്ചേ. എല്ലാ മുഴങ്കാലും അടങ്ങുന്ന യേശുവിന്റെ നാമത്തെ വിളിച്ചേ. അവന്റെ നാമത്തെ വിളിക്കുമ്പോൾ അനുഗ്രഹിക്കപ്പെടുക. അവന്റെ നാമത്തെ വിളിക്കുമ്പോൾ സാത്താന്റെ കോട്ടകൾ തകരുക. അവന്റെ നാമത്തെ വിളിക്കുമ്പോൾ ബന്ധനങ്ങൾ അടിയുക. അവന്റെ നാമത്തെ വിളിക്കുമ്പോൾ അനുഗ്രഹ തടസ്സങ്ങൾ മാറുക. കരമുയർത്തി വിളിച്ചേ. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് കർത്താവായ യേശുവേ, എന്നെയും എൻ്റെ കുടുംബത്തെയും എനിക്കുള്ളതെല്ലാം ഭവനം, വസ്തുവകകൾ, എന്റെ കുടുംബാംഗങ്ങൾ, എന്റെ ജോലിവേലകൾ, കടബാധ്യതകൾ, സാമ്പത്തിക മാർഗങ്ങൾ എല്ലാം കർത്താവിന് പൂർണ്ണമായി സമർപ്പിക്കുന്നു. അനുഗ്രഹ തടസ്സങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോവട്ടെ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, എന്റെ മേൽ ആവസിക്കണമേ. എനിക്ക് ശക്തി തരണമേ. പ്രത്യാശ നൽകണമേ. നിരാശകൾ വിട്ടുമാറട്ടെ. സങ്കടങ്ങൾ വിട്ടുമാറട്ടെ. പ്രത്യാശ നിറയട്ടെ. വിശ്വാസം നിറയട്ടെ. പ്രതീക്ഷ നിറയട്ടെ. വെളിച്ചം നിറയട്ടെ. സന്തോഷം നിറയട്ടെ. ആനന്ദം നിറയട്ടെ. സന്തോഷം നിറയട്ടെ. ആനന്ദം നിറയട്ടെ. സന്തോഷം നിറയട്ടെ. ആനന്ദം നിറയട്ടെ. ശരീരക്ഷീണം വിട്ടുമാറട്ടെ. ശരീരത്തിന് മടുപ്പ് വിട്ടുമാറട്ടെ. മന്ദത വിട്ടുമാറട്ടെ. രോഗപീഠകൾ വിട്ടുമാറട്ടെ. ഉത്കണ്ഠകൾ വിട്ടുമാറട്ടെ. കോപം വിട്ടുമാറട്ടെ. അശുദ്ധി വിട്ടുമാറട്ടെ. തിന്മയുടെ ശക്തികൾ വിട്ടുമാറട്ടെ. പൈശാചിക ബന്ധനം അഴിയട്ടെ. ബാധ്യതകൾ മാറട്ടെ. കുടുംബ കലഹം മാറട്ടെ. കുടുംബ തകർച്ചകൾ മാറട്ടെ. മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ബിസിനസ് അനുഗ്രഹിക്കപ്പെടട്ടെ. ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാവട്ടെ. വിവാഹ തടസ്സം മാറട്ടെ. ജോലി തടസ്സം മാറട്ടെ.
വസ്തു വിൽപ്പന തടസ്സം മാറട്ടെ, വസ്തു വിൽപ്പന തടസ്സം മാറട്ടെ, അനുഗ്രഹ തടസ്സം മാറട്ടെ, അനുഗ്രഹ തടസ്സം മാറട്ടെ, കർത്താവിന്റെ കരുണ ഒഴുകട്ടെ, കർത്താവിന്റെ കരുണ ഒഴുകട്ടെ, ദൈവ കരുണ ഒഴുകട്ടെ, ദൈവ കരുണ ഒഴുകട്ടെ, ദൈവശക്തി നിറയട്ടെ, ദൈവശക്തി നിറയട്ടെ, ദൈവശക്തി നിറയട്ടെ, ദൈവശക്തി നിറയട്ടെ, സാത്താന്റെ കോട്ടകൾ തകരട്ടെ, സാത്താന്റെ കോട്ടകൾ തകരട്ടെ. രണ്ട് കരമുയർത്തി സ്തുതിച്ചേ. ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ 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 യേശുവേ 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 ഹല്ലേലൂയ 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 ഹല 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 ഹല്ലേലൂയ 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 യേശുവേ 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 യേശുവേ. ഒരു നാളും നീ അനാഥനല്ല, ഒരു നാളും നീ അന്യനല്ല, ഒരു നാളും നീ അനാഥനല്ല,